4 രൂപയ്ക്കാണ് പൊറോട്ട കൊടുക്കുന്നത്. ബീഫ് 20 രൂപ, ദോശ 2 രൂപ. കുറെ വർഷങ്ങളായിട്ട് ബീഫിന് 20 രൂപ തന്നെ. 20 രൂപ തന്നെ. ഒരു ദിവസം എത്ര പൊറോട്ട അടിക്കും ചേട്ടാ? അത് കണക്ക് പറയാൻ പറ്റില്ല. പൊറോട്ടയ്ക്ക് ഭാവിയിൽ വില കൂട്ടോ? ഇതുവരെയ്ക്ക് 10-20 വർഷം കൊണ്ട് ഈ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഈ വിലക്കാണ് കൊടുക്കുന്നത്. 10-20 വർഷം കൊണ്ട്. 20 വർഷം കൊണ്ട് ഈ വിലയ്ക്കാണ് കൊടുക്കുന്നത്. 4 രൂപയിൽ നിന്ന് 5 രൂപ ആവൂലേ? ഇതുവരെയ്ക്കും ആക്കണോ ഐഡിയ ഇല്ല. 4 രൂപയ്ക്കാണ് കൊടുത്തു പിടിക്കുന്നത്. കട തുടങ്ങിയിട്ട് ഒരു 50 വർഷത്തോളം വരും. അതിന്റെ അച്ഛനാണ് തുടങ്ങിയത്. ഇത് വെച്ച് വളരാനും നോക്കൂല. നമ്മളെ കാര്യങ്ങൾ നടന്നു. എന്റെ മരുന്നിന്റെ ചിലവും അല്ലാതെ ആരും കൈ നീട്ടാതെ എന്റെ കാര്യം നടന്നു പോകുന്നുണ്ട്. ആരും മുമ്പ് കൈ നീട്ടി വിളിക്കണ്ട. അതേ ഉള്ളൂ. ചേട്ടാ ഇവിടെ എത്ര രൂപയ്ക്കാണ് പൊറോട്ട എടുക്കുന്നത്? 4 രൂപയ്ക്കാണ് പൊറോട്ട കൊടുക്കുന്നത്. ബീഫ് അറിയോ? ബീഫ് 20 രൂപ, ദോശ 2 രൂപ, ചായ 10 രൂപ. ചായ 10 രൂപ. എത്ര വർഷമായി ചേട്ടാ ഈ കട തുടങ്ങിയിട്ട്? കട തുടങ്ങിയിട്ട് ഒരു 50 വർഷത്തോളം വരും. അതിന്റെ അച്ഛനാണ് തുടങ്ങിയത്. അച്ഛൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. 50 വർഷത്തോളം വരുവാണ്. അച്ഛനാണ് തുടങ്ങിയത്. ഇപ്പം അവർ പറയുകയും ഞാനാണ് കൂടുതൽ. പൊറോട്ടയ്ക്ക് ഭാവിയിൽ വില കൂട്ടോ? ഇതുവരെയ്ക്ക് 10-20 വർഷം കൊണ്ട് ഈ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഈ വിലക്കാണ് കൊടുക്കുന്നത്. 10-20 വർഷം കൊണ്ട്. 20 വർഷം കൊണ്ട് ഈ വിലയ്ക്കാണ് കൊടുക്കുന്നത്. 4 രൂപയിൽ നിന്ന് 5 രൂപ ആവൂലേ? ഇതുവരെയ്ക്കും ആക്കണോ ഐഡിയ ഇല്ല. 4 രൂപയ്ക്കാണ് കൊടുത്തു പിടിക്കുന്നത്. ഈ ഒരു സ്ഥലം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കാരാളി, പാറശാല കാരാളിയാണ്. ചേട്ടന്റെ ഉപജീവന മാർഗം ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതിപ്പോൾ എൻ്റെ മരുന്നിൻ്റെ ചിലവ് എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭാര്യയുടെ മക്കളൊക്കെ 2 മക്കളോടെ അയച്ചു. എൻ്റെ കുടുംബവും വീട്ടിൽ നടന്നതാണ്. ചേട്ടന്റെ പേരെന്താണ് ചേട്ടാ? എൻ്റെ പേര് ഗോപകുമാർ. ബീഫിന് 20 രൂപ കുറെ വർഷങ്ങളായിട്ട് ബീഫിന് 20 രൂപ തന്നെ. 20 രൂപ തന്നെ. 20 രൂപ തന്നെ. ഇതെങ്ങനെ മുതലാക്കി എടുക്കും? ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഇത് വെച്ച് വളരാനും നോക്കൂല. നമ്മളെ കാര്യങ്ങൾ നടന്നു. എന്റെ മരുന്നിന്റെ ചിലവും അല്ലാതെ ആരും കൈ നീട്ടാതെ എന്റെ കാര്യം നടന്നു പോകുന്നുണ്ട്. നമ്മുടെ മരുന്നിന്റെ ചെലവും കാര്യങ്ങളും കഴിഞ്ഞു പോകുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് വെച്ച് ഇതൊന്നും ആവാൻ നോക്കൂല. കൊടിശനൊന്നും ആവാൻ വലിയൊരു സമ്പാദ്യം നമുക്ക് ജീവിച്ചു പോകാന്നുള്ളത്. ആരും മുമ്പ് കൈ നീട്ടി വിളിക്കണ്ട. അതേ ഉള്ളൂ. എത്ര മണി കട തുറക്കും ചേട്ടാ ഇവിടെ? ഞാൻ തുറക്കുന്നത് 4:30 മണിയാകുമ്പോൾ തുറക്കും. അപ്പോഴും വന്നാൽ ബീഫ് കഴിക്കാൻ പറ്റും. 7:30 മണിയാവും. ബീഫ് പൊറോട്ട ആകുമ്പോൾ 7:30 മണിയാവും. 7:30 മണിയാവും. 5:30 മണിയാകുമ്പോൾ ദോശയാവും. 5:30 മണിയാകുമ്പോൾ ദോശയാവും. എത്ര മണി വരെ ഉണ്ടാവും കട? 12 മണിയാകുമ്പോൾ. 12 മണിയാകുമ്പോൾ. ഈ കുഴച്ചു വെച്ചേക്കുന്ന പൊറോട്ട മാവ് തീരുമ്പോഴത്തേക്ക് ബീഫും കറക്റ്റ് തീരും ആ സമയത്ത്. പണ്ടോട്ട് ഇവിടെ തന്നെയല്ലോ കട വ്യത്യാസമൊന്നും കണ്ടില്ലല്ലോ. ആ കടയായിരുന്നു. തൊട്ടടുത്ത കടയായിരുന്നു. എത്ര വർഷമായി ഇങ്ങോട്ട് മാറിയിട്ട്? ഇവിടെ മാറിയിട്ട് 20 വർഷം വരും. 20 വർഷമായി. വീട് ഇവിടെ അടുത്ത് തന്നെ ഏട്ടാ? വീട് മുകളിൽ കുറച്ച് ഉള്ളിലോട്ടാ? മുകളിലാണ്. പണ്ടോട്ടെ വാഴയിലെ തന്നെ ഇവിടെ കൊടുക്കുന്ന? വാഴയിലെ തന്നെ കൊടുക്കുന്നു. വാഴയില എവിടെ നിന്ന് കൊണ്ടുവരും? മേടിക്കും? അതെ കൊണ്ടുവരും. വാങ്ങുന്ന തന്നെ വല്ലാതെ ഇരിക്കില്ല. ഞാൻ വാങ്ങുന്ന തന്നെ ഇവിടെ പാർട്ടി കൊണ്ടുവരും. എനിക്ക് കുറെ കാലം കൊണ്ട് ഒരു പാർട്ടിയാണ് തരുന്നത്. ഒരു പാർട്ടി കൊണ്ട് തരും, വിലക്ക് വാങ്ങിച്ച് കൊടുക്കും. ആ പാർട്ടി സ്ഥിരമായി തരുന്നില്ല. ഭാവിയിൽ ചിക്കൻ കറി കൊണ്ടുവരാൻ വല്ല പ്ലാനൊന്നുമില്ല? ബീഫാണ് ചേട്ടൻ ഇഷ്ടം. പാറശാലയിൽ നിന്ന് തമിഴ്നാട് പോണ റൂട്ടാണോ? കന്യാകുമാരി പാറശാല റൂട്ടാണ്. പാറശാല തിരുവനന്തപുരം നാഗർകോവിൽ മെയിൻ റോഡ്. ഓംലെറ്റ് ഒക്കെ എത്ര രൂപ കേട്ടാ കൊടുക്കുന്നത്? ഓംലെറ്റ് ഡബിൾ ഓംലെറ്റ് 25 രൂപ. ഡബിൾ 25 രൂപ. സിംഗിൾ ആണെങ്കിലാ 15 രൂപ. 15. മുട്ട 7 രൂപ വിലയാണ് ഇപ്പോൾ. മുട്ട 7. അതിൽ കൂടുതലും ഉണ്ട് പല സ്ഥലങ്ങളിൽ. നേരത്തെ 10 രൂപയായിരുന്നു. 10 രൂപയായിരുന്നു. മുട്ട വില കൂടിയോണ്ട് ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് വന്ന് കൊടുക്കുമോ? അതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. ബീഫിന് ടേസ്റ്റ് എന്താണ് ചെയ്യുന്ന? ടേസ്റ്റിന് മായമൊന്നുമില്ല. വെറും ഇറച്ചി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അല്ല, രുചിയില് ഒരു വ്യത്യസ്തമായിട്ട് സാധാരണ കഴിക്കുന്ന കണക്കല്ല. കറക്റ്റ് ബീഫിന്റെ ആ രുചി വന്നു. അതാണ് ഞാൻ ചോദിച്ചത്. എല്ലോ ചവ്വ കടല കൂമ്പൊന്നും ഉപയോഗിക്കില്ല. ഈ കട ചേട്ടൻ ഏറ്റെടുത്തതിന് ശേഷം ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ നടത്തുന്ന എല്ലാ ജോലിയും ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ? വേറെ സഹായിയൊന്നും വെക്കാനുള്ള ഇവിടെ നിൽക്കാനുള്ള സൗകര്യമില്ലല്ലോ. നിൽക്കാനുള്ള സൗകര്യമില്ല ഇവിടെ. അതെ അതെ. ഒരു ദിവസം എത്ര പൊറോട്ട അടിക്കും ചേട്ടാ? അത് കണക്ക് പറയാൻ പറ്റില്ല. ഏകദേശം എല്ലാം ഞാൻ എണ്ണയിട്ടില്ല. അതൊന്നും എണ്ണയിട്ടില്ല. ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല? വില മതം കൂടും. 3200 രൂപ വലിയ കുട്ടി ഗ്യാസ്. അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടല്ലേ? ഇവിടെ ഗ്യാസ് ഇല്ലാതെ വെക്കാൻ നോക്കില്ല. ചേട്ടാ ഇവിടെ സ്ഥിരം കഴിക്കാൻ വരും ചേട്ടാ? ഞാൻ സ്ഥിരമാ വരുന്ന ആളാണ്. ഞാൻ വണ്ടി ഡ്രൈവറാണ്. എവിടെ ഓടിച്ചാലും രാവിലത്തെ കാപ്പൊടിക്ക് വേണ്ടി തിരുവനന്തപുരം ചാലയെ പച്ചക്കറി ഇറക്കിയിട്ട് നേരെ ഇവിടെ തന്നെ വരും. എന്റെ സ്ഥലം ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട്.
ഈ 4 കിലോമീറ്റർ ആയാലും കാപ്പ് കുടിക്കാൻ ഇവിടെ വരും. ചേട്ടാ എത്ര പൊറോട്ട കഴിക്കും ഒരു പ്രാവശ്യം? ഒരു 7-8 പൊറോട്ട കഴിക്കും. 8 പൊറോട്ട കഴിച്ചാലും അത് മതി. വലിയ കടയിൽ ചെന്നിരുന്നുണ്ട് വലിയ കാപ്പ് കുടിക്കുന്നേക്കാളും ഇതിപ്പം 8 പൊറോട്ട എന്ന് പറയുന്നത് നോക്കിക്കോളി. ഈ പൊറോട്ട ഇതിൽ 8 എണ്ണമാണ് കഴിക്കുന്നത്. ഇത് അതിൻ്റെ അവിടെ ഉള്ളത്. അപ്പൊ ഈ 8 എണ്ണം കഴിക്കുമ്പോൾ മതി. ഡാഷ് ഉണ്ട് കഴിക്കാനുണ്ട്, നല്ല രുചിയുണ്ട്. ഈ ബീഫ് എന്ന് പറഞ്ഞാൽ മായം ചേർക്കൂല, നേച്ചറായിട്ടുള്ള പീസാണ്. ഇതിലുള്ളത് എല്ലാം നേച്ചർ പീസാണ്. ഈ ആവശ്യമില്ലാത്ത കൊഴുപ്പ് അങ്ങനെ ഒന്നും കഴിയില്ല. ബീഫിന്റെ രുചിനെ കുറ്റം പറയാൻ പറ്റില്ല, അടിപൊളി രുചിയാണ്. ബീഫിന്റെ രുചി എന്ന് പറഞ്ഞാൽ ഈ കഴിക്കാൻ പറഞ്ഞത്, ഈ പൊറോട്ട കഴിക്കാൻ പറഞ്ഞത് ബീഫിന്റെ ഒരു കാരണമാണ്. ശരിയാ, നോർമലായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്രയും ബീഫ് ഒരു വേറെ ഒരു കടയിൽ ചെന്നാലും കൊണ്ട് അവരെങ്ങനെ 200 രൂപ കഴിക്കും. ഇത്രയും ടേസ്റ്റ് എത്തത്തില്ല. എണ്ണ മറ്റുള്ള കൃത്രിമം പൊടിയൊക്കെ ഇടും. ഇത് അങ്ങേര് ഇവിടെ വീട്ടിൽ നിന്നാണ് ഇതെല്ലാം പൊടിച്ചു കൊണ്ടുവന്ന് ചെയ്യുന്നത്. ഞങ്ങളുടെ കണ്ണു മുമ്പ് ചെന്ന് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമാണ്. ഇന്ന് വീട്ടിൽ പോകുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 200 രൂപയുടെ കാപ്പ് വയ്ക്കുമ്പോൾ എനിക്ക് നമ്മുടെ വീട്ടിൽ 4 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. ഇവിടുത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ അവര് ഇഷ്ടപ്പെട്ട് പൊടി. ചേട്ടന് പണ്ടോട്ടേ അറിയാല്ലേ കട? എനിക്ക് പുള്ളിയുടെ അച്ഛൻ നടത്തിക്കൊണ്ടിരുന്നപ്പോ മൂത്താങ്ങളുണ്ടായിരുന്നു, ഈ പുള്ളി ഉണ്ടായിരുന്നു. വലിയ കടയായിരുന്നു അപ്പുറത്ത്. അപ്പം അച്ഛൻ പോയി. അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിക്കകത്തുള്ള ഒരാളെ പോലെയാണ്. എന്നിട്ട് ഇപ്പം മോനാണെന്ന്, 7ാം മോനാണെന്ന് ഗോവൻ നടത്തുന്നു. അത് നമുക്ക് എല്ലാവർക്കും അച്ഛന്റെ ആ പവർ മോൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ഇഷ്ടപ്പെടുന്ന ഒരു വിലയിനേക്കാളും പുള്ളിയുടെ ബീഫ് തയ്യാറാക്കുന്ന രുചിയിലാണ് കാര്യം. രുചി അത് തന്നെ ആളുകളുടെ വരാൻ കാരണം ആളുകൾ കഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇല്ല, ഇപ്പം നിങ്ങളിപ്പം ഇച്ചിരി കൂടെ നേരത്തെ വന്നിരുന്നത് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പോകില്ല. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ വീഡിയോ എടുത്തിട്ടാണ് നമ്മൾ അപ്പുറത്തോട്ട് പോയത്. തിരക്കൊന്നും ഒഴിഞ്ഞാല് ചേട്ടൻ ആള് വന്നിരിക്കുന്നത്, ചേട്ടൻ ഇത് പൊറോട്ട അടിക്കുന്നു കൊടുക്കണം. അപ്പൊ അതിനിടയ്ക്കൊന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. പുള്ളി നീറ്റായിട്ടുള്ള ഭക്ഷണം വയ്ക്കുന്നതുകൊണ്ട് ഇഷ്ടംപോലെ ഇനി ആൾ വന്നോണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്കൊക്കെ ചിലപ്പോൾ വന്ന് നിന്നിട്ട് കാപ്പിടിക്കാൻ കിട്ടൂല, പോകും തിരിച്ചു. ഇന്നെന്തിനാ നേരം കൊള്ളാം, അത് സമയം കൊള്ളാന്നുള്ളതുകൊണ്ട് ഇത് കിട്ടി, ഇല്ല കിട്ടില്ല. ഇത് സ്ഥലം കാരാളിയാണ്. പാറശാലയ്ക്ക് അടുത്തുള്ള വാഴക്കന്ന് കച്ചവടവും ഈ കാരാളി ടേണിങ്. അതാണ് ഇവിടുത്തെ അടയാളം. മുമ്പ് വൈകിട്ട് വരെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞു, അതിനുശേഷം ഉച്ചവരെ ആക്കി. കുറച്ച് റെസ്റ്റ് കൂടെ കിട്ടിയാലേ പറ്റത്തുള്ളൂ. ചായയും പലവരമായിട്ട് ഉണ്ടാക്കി അത് കച്ചവടം ചെയ്തോണ്ട്. ഓക്കെ ഏട്ടാ, എന്തായാലും സന്തോഷം. നമ്മൾ പോവാണ്. ശരി ഏട്ടാ. ചേട്ടാ ഭയങ്കര